ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയകറ്റാൻ പാട്ടുമായി ഗായകരായ 2 യുവാക്കൾ നൌഷാദ് പറവണ്ണയും നൌഷാദ് കണ്ണൂരും ചേർന്നാണ് ആൽബം തയ്യാറാക്കിയത്. ഞാനും ജിഹാദി എന്ന ആൽബം ഗാനത്തിലൂടെയാണ് ഇരുവരും സമകാലിക വിഷയത്തിൽ ഏറെ വിമർശനം ഏറ്റുവാങ്ങുന്ന ജിഹാദിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. ഞാനും ജിഹാദിയാണ്, നിങ്ങളും ജിഹാദിയാകും, സാത്താന്റെ ജന്മമായി എന്ന് തുടങ്ങുന്ന വരികളിലൂടെ ജിഹാദിനെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കാനാണ് ഗായകരായ നൌഷാദുമാർ ശ്രമിക്കുന്നത്. ജിഹാദ് എന്നാൽ അത് സ്വന്തം ശരീരത്തോടാണെന്ന് പാട്ടിലൂടെ ഇരുവരും വ്യക്തമാക്കുന്നു. ഞാനും ജിഹാദിയാണ്, നിങ്ങളും ജിഹാദിയാകൂ, സാത്താന്റെ ജന്മമായി വാഴാതിരിക്കാനുള്ളു കൊതിക്കൂ, പടച്ചോന്റെ മാർഗത്തിൽ പടപ്പിന്റെ നന്മക്കായി നഫ്സിനോട് പോരാടം നമ്മൾ ജിഹാദിയാ. സൃഷ്ടാവിന്റെ മാർഗത്തിൽ സൃഷ്ടികളുടെ നന്മയ്ക്കായുള്ള പോരാട്ടമാണ് ജിഹാദ് എന്നും ആൽബത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യനും അടക്കം എല്ലാ മതങ്ങളും സ്നേഹിക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നതെന്നും ആൽബത്തിലെ വരികളിൽ നൌഷാദ് കണ്ണൂർ ഉദ്ബോധിപ്പിക്കുന്നു. ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ വിശ്വാസം പലതുണ്ടുലകിൽ, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു മതങ്ങളെല്ലാം. ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ വിശ്വാസം പലതുണ്ടുലകിൽ, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു മതങ്ങളെല്ലാം. പേര് കൊണ്ട് മാത്രം വിശ്വാസിയാകുന്നില്ല, പാപിയുടെ കർമ്മങ്ങൾ വിശ്വാസഗണത്തിൽ വേണ്ട. ഞാനും ജിഹാദിയാണ്, നിങ്ങളും ജിഹാദിയാകും. വർത്തമാനകാലത്ത് ജിഹാദ് എന്ന വാക്കും ഉദ്ദേശവും ആകെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഗാനം ആലപിച്ച നൌഷാദ് പറവണ്ണ പറയുന്നു. സ്വന്തം ശരീരത്തോടാണ് ജിഹാദ് എന്താണ് എന്നറിയിക്കേണ്ടത്. പാട്ടിലൂടെ അത് വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നൌഷാദ് പറഞ്ഞു. ജിഹാദ് എന്നത് ഇന്ന് നമ്മളെ ജനങ്ങൾ മൊത്തം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ ജിഹാദ് എന്താണെന്ന് ഉള്ളത്, സ്വന്തം ശരീരത്തോടാണ് നമ്മൾ ജിഹാദ് എന്താണ് എന്നത് കാണിക്കേണ്ടതും അറിയിക്കേണ്ടതും. ഇത് ഒരു പാട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച നൌഷാദ് കണ്ണൂർ ഒരുപാട് നമുക്കൊരുപാട് പാട്ടുകൾ ഇപ്പോൾ എടുത്തു പറയേണ്ടത് മക്ക മണൽത്തട്ട്. ഇന്ന് ലോക മലയാളികൾ ഒന്നാകെ ഏറ്റെടുത്തൊരു പാട്ടാണ് മക്ക മണൽത്തട്ട്. അതുപോലെ മക്കത്തെ ജബലുകൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച നൌഷാദ് കണ്ണൂരാണ് ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ വരികളിലൂടെ അറിയിക്കുന്നുണ്ട് ജിഹാദ് എന്താണെന്ന്. സത്യത്തിൽ ജിഹാദ് എന്നത് നമ്മളെ സ്വന്തം ശരീരത്തോട് കാണിക്കേണ്ടതാണ് ജിഹാദ് എന്നതാണ് എനിക്കും പറയാനുള്ളത്. ഞാനത് പാട്ടിലൂടെ പാടിയിട്ടുള്ളതും അത് തന്നെയാണ്. ഈ ഒരു ജിഹാദി ഗാനം നമ്മളെ ലോക മലയാളികൾ ഏറ്റെടുത്തു. അവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം യഥാർത്ഥ ജിഹാദ് എന്താണെന്നുള്ളത് ഇനിയും ആളുകൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് ഏറ്റെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും. ഈ പാട്ട് പാടിയ എന്ന നിലയ്ക്ക് ഞാനും ഇത് എഴുതിയ എന്ന നിലയിൽ നൌഷാദ് ഖാൻ്റെ പേരിലും ഞാൻ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിളകളിൽ കളകളും പഴങ്ങളിൽ പുഴുക്കളും ഉള്ളതുപോലെയാ വിരോധം വിതക്കുന്നോ. ആൽബം ഗാനങ്ങളിലൂടെ സുപരിചിതനായ നൌഷാദ് കണ്ണൂരാണ് പാട്ടിന്റെ വരികൾ എഴുതിയതും സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയതും. തിരൂർ പറവണ്ണ സ്വദേശി നൌഷാദ് പറവണ്ണയാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. സ്വാർത്ഥലാഭത്തിനായി ഓടുന്നവരാകരുത് നാം, സ്വരച്ചേർച്ച ഇല്ലാതാക്കി പാഴാക്കരുതീ ജന്മം.